ആക്രമണം, അതും ജമ്മു എയർപോർട്ട് ലക്ഷ്യമാക്കിയുള്ള ഡ്രോൺ ആക്രമണം, പിന്നീട് അത് മിസൈൽ ആക്രമണമാണെന്ന് പറയുന്നു. ഇന്ത്യയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വന്ന ആ ആക്രമണത്തെ മുഴുവൻ നിർവീര്യമാക്കി, ഒന്നുപോലും നിലം തൊടാതെ നിർവീര്യമാക്കി ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന്റെ മണിക്കൂറാണിത്. ഇതുവരെയുള്ള സഹനത്തിന്റെയും ക്ഷമയുടെയും മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇത് പ്രത്യാക്രമണത്തിന്റെ മണിക്കൂർ. മനു, എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഈ സമയത്ത് ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ്, ഇപ്പോൾ നേപ്പാളിന്റെ മുന്നറിയിപ്പ്, ഇതൊക്കെ വരുമ്പോൾ പാകിസ്ഥാൻ തീർത്തും പ്രതിരോധത്തിലാണ്. ആക്രമണത്തിൽ കിട്ടുന്ന അടികൾ ഒരു വശത്ത്, മറിച്ച് കിട്ടുന്ന ഇത്തരം മുന്നറിയിപ്പുകൾ മറ്റൊരു വശത്ത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കൃത്യമായ ആക്രമണം എത്തിയിരിക്കുന്നു. കറാച്ചി പോർട്ട് വരെ ആക്രമണത്തിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റാവൽപിണ്ടിയിൽ, സിയാൽകോട്ടിൽ, ലാഹോറിൽ, ഇസ്ലാമാബാദിൽ, കറാച്ചിയിൽ, അങ്ങനെ തന്ത്രപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ വീടിന് സമീപത്ത് വരെ സ്ഫോടനം നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. പാകിസ്ഥാനെ അങ്ങേയറ്റത്തെ ഭീതിയിലാക്കിക്കൊണ്ടുള്ള വളരെ പരാക്രമം നിറഞ്ഞൊരു ആക്രമണം എന്ന് തന്നെ പറയാം. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും സംയുക്തമായ ഒരു വീര്യം ആണ് ഇന്ന് പ്രകടമായിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആകാശത്ത് തീമഴ പെയ്യുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ശക്തമായ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉരുത്തിരിഞ്ഞു വരികയാണ്. അതേസമയം മറ്റ് ലോകരാജ്യങ്ങളെല്ലാം സഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ ഉറ്റുനോക്കുന്നു. മാർക്കോ റൂബിയോ, അമേരിക്കയിൽ നിന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഈ വിഷയങ്ങൾ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്യുന്നു. ഇന്ത്യയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും ശക്തമായൊരു ആക്രമണം ഈ രാജ്യം നടത്തുന്നു. അത് കൃത്യമായ ഒരു പ്രതികരണമായി തന്നെ വരുന്നു. ഈ പാകിസ്ഥാനാണ് തീരുമാനിക്കേണ്ടത് ഇനി ഈ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കണമോ എന്ന് നേരത്തെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ആ കാര്യം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ഉറപ്പിച്ച് ആണയിട്ട് ഇന്ത്യ പറയുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന തരത്തിലുള്ള കൃത്യമായ പ്രതികരണം നൽകുന്നു. അതേസമയത്ത് രാജ്യത്തിനകത്ത് അതീവ സുരക്ഷ, 24ഓളം എയർപോർട്ടുകൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ബ്ലാക്ക് ഔട്ടുകൾ ചിലയിടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മു കശ്മീരിലുമായി എല്ലാം രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മു കശ്മീരിലുമായി വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നു. ബ്ലാക്ക് ഔട്ടുകൾ നൽകാനുള്ള നിർദ്ദേശം നൽകുന്നു. ആളുകൾക്ക് വാഹനങ്ങളെടുത്ത് അനാവശ്യമായി പുറത്തു പോകരുത് എന്ന നിർദ്ദേശം നൽകുന്നു. അങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതേസമയം തന്നെ കൃത്യമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നതും ഇവിടെ ശ്രദ്ധേയമാവുകയാണ്. മനു, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്ത്യ എത്രത്തോളം സജ്ജമായിരുന്നു എന്നതാണ്. ഒരൊറ്റ ഡ്രോൺ പോലും, മിസൈൽ അല്ല, ഒരൊറ്റ ഡ്രോൺ പോലും താഴെ പതിക്കാത്ത വിധത്തിൽ പാക് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. അത്രയേറെ സജ്ജമായി തന്നെ ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ സംവിധാനങ്ങൾ മുഴുവൻ നിലകൊണ്ടു എന്നതിന് തെളിവല്ലേ? ഒരു മിനിറ്റ് വൈകിക്കാതെയുള്ള പ്രത്യാക്രമണം, ഇപ്പോൾ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം, അതായത് ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു ഇന്ത്യ ഇതുവരെ. അതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട ഫൈറ്റർ ജെറ്റുകളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ കൂടി ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ജയ്സാൽമീറിലാണ് ഏറ്റവും ഒടുവിൽ ഒരു ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിടുകയും അതിൽ നിന്ന് ഇജക്ട് ചെയ്ത പൈലറ്റിനെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഇയാളുടെ വിശദവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ വിമാനത്തിൽ നിന്ന് പാരഷൂട്ട് ചെയ്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഇന്ത്യയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട ഫൈറ്റർ ജെറ്റുകൾക്ക് F-16, F-17 എന്നീ ഫൈറ്റർ ജെറ്റുകൾക്ക് കൃത്യമായ മറുപടി ഇന്ത്യൻ വ്യോമസേന നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ മികവുറ്റതാണെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കുന്ന ഒരു പ്രകടനം കൂടിയാണ്
ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. നിയന്ത്രണ രേഖയിൽ വെടി ഉതിർത്ത പാകിസ്ഥാന് നേരെയും ശക്തമായ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ആർട്ടിലറി ഫയറിംഗ് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രധാനമന്ത്രി കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഹരിയാനയിലും അതുപോലെ പൂഞ്ചിലുമെല്ലാം പാക് ഷെല്ലിങ്ങുകൾ നടന്നിരുന്നു. അവിടെയെല്ലാം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ആർമി ഒരു കാര്യം വ്യക്തമാക്കുന്നു: അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് പൗരന്മാരോട് വ്യക്തമാക്കുന്നു. മിലിറ്ററി സ്റ്റേഷൻ ജമ്മു, പത്താൻകോട്ട്, ഉധംപൂർ എല്ലാം ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണങ്ങൾ ഇന്ന് നടത്തിയ പാകിസ്ഥാന് അങ്ങേയറ്റത്തെ നിരാശയാണ് അന്തിമമായി കിട്ടിയത് എന്നുകൂടി വ്യക്തമാവുകയാണ്. അതേസമയം